मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। പണിയെടുക്കാത്ത ഒന്ന് ഇന്ന് പണിയെടുക്കുന്നു. ഈ ക്യാമറ നല്ലോണം യൂസ് ആകും. ഞാൻ ക്യാമറയെ കുറിച്ചല്ല പറഞ്ഞത്, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്കേ. നിന്റെ ബുദ്ധി പോലെ തന്നെ നീ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുന്നേ. എന്ന് വെച്ചാ നന്നായിട്ടുണ്ടോ? ഇല്ല, ഒരു സൈഡ് നിന്റെ തലച്ചോറ് പോലെ കാലിയായിരിക്കുന്നു, എന്നൊരു സൈഡ് എന്റെ പകുതി മുഖം കാണുന്നില്ല. മുഖം എങ്ങനെയാണ് ഉള്ളത് അതുപോലെയല്ലേ ഫോട്ടോയിൽ കിട്ടൂ. എന്റെ മുഖം എല്ലാവർക്കും ഇഷ്ടമാണ്. ചെടിയിൽ വിരിയുന്ന പൂ പോലെ നിന്റെ തലയിലുമില്ലേ ഒരെണ്ണം, അതുകൊണ്ടാ. എന്നെ നീ കളിയാക്കുന്നു. നീയും ഞാൻ എടുത്ത ഫോട്ടോ കളിയാക്കിയതല്ലേ. നിനക്ക് ഫോട്ടോ എടുക്കാൻ അറിഞ്ഞുടങ്ങി പിന്നെ എന്തിനാ ക്യാമറയും കഴുത്തി തൂക്കിയിട്ട് നടക്കുന്നേ? ക്യാമറ എടുത്ത് കള. നീ ശരിക്കും കഴുത തന്നെയാണ്. നിന്റെ ക്യാമറ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് നീ ചിരിച്ചോണ്ട് നിൽക്കുന്ന. എടോ, അവൻ എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചാ ആ ക്യാമറ അവന്റേതല്ല, മേഡത്തിന്റെതാ. മേഡത്തിന്റെയോ? ഇല്ല. ഇവനിത് എന്താ ചെയ്യുന്നേ? എടാ, ഈ ക്യാമറ മേഡത്തിന്റെയാ. മാഡമിന്റെ ക്യാമറ ആരാ പൊട്ടിച്ചത്? പോപ്പട്ടാണ് പൊട്ടിച്ചത് ഞാൻ തന്നെയാണ്. പക്ഷെ നീയല്ലേ അത് യൂസ് ചെയ്തോണ്ടിരുന്നേ? അതെ, പക്ഷെ ബണ്ണിയല്ലേ ഇത് പൊട്ടിച്ചത്. ഞാൻ പൊട്ടിച്ചില്ല, ഞാൻ തുറന്നു നോക്കിയതാ. ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കിക്കോളാം. പക്ഷെ നീ ആ ചിപ്പ് കടിച്ചിട്ട് ഫോട്ടോകൾ നശിപ്പിച്ചില്ലേ? അതില് മേഡത്തിന്റെ ലേറ്റസ്റ്റ് ട്രിപ്പ് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇനിയും അവരത് പ്രിന്റ് ഔട്ട് പോലും എടുത്തിട്ടില്ല. മാഡം ഈ കാര്യം അറിഞ്ഞാൽ എന്തായാലും ദേഷ്യപ്പെടും. ചീത്ത ആൾക്കാരില്ലാതെ ഒരു ചീത്തയും നടക്കത്തില്ല. എങ്ങനെ മുട്ടയില്ലാതെ കോഴി വരില്ലേ, അതേപോലെ. കോഴിയെ കൊണ്ട് മുട്ടയില്ലാതെ ഉണ്ടാവാൻ പറ്റുമോ? അത് പറ്റില്ല. അതേപോലെ നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല. കാരണം നമ്മൾ പറയാതെ ഇത് ആരാ ചെയ്തെന്ന് മാഡമിനെ അറിയാൻ പോകുന്നില്ല. എനി ഡൗട്ട്? അതൊക്കെ ശരി, പക്ഷെ ഫോട്ടോ എന്ത് ചെയ്യുമെന്ന് പറ. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്താ? മാഡം എവിടെയൊക്കെ ചെന്നാണോ ഫോട്ടോ എടുത്തത് ആ സ്ഥലത്തൊക്കെ നമ്മളും ചെയ്ത് ഫോട്ടോ എടുക്കാം. ചിപ്പ് മാത്രമല്ലേ പൊട്ടിയുള്ളൂ, ക്യാമറയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാ പൂച്ചകളും കഴുതകളാണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. മേഡത്തെ ഫോട്ടോ എടുക്കാൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോയാ അവര് ചോദിക്കത്തില്ലേ? മാഡമിനെ കൂട്ടിക്കൊണ്ടു പോണ്ട. ബൊമ്മക്കടക്കാരൻ പപ്പുവിന്റെ അടുത്ത് മാഡമിന്റെ ഒരു ഫോട്ടോ കൊടുത്താലേ മാഡമിനെ പോലെ ഒരു ബൊമ്മയാക്കി തരും. പക്ഷെ നമ്മൾ എങ്ങനെ ഫോട്ടോ കൊണ്ടു കൊടുക്കും? നീ അതൊക്കെ നശിപ്പിച്ചില്ലേ? കഴുതേ, വീട്ടില് മാഡമിന്റെ ഒരുപാട് ഫോട്ടോസ് ഇല്ലേ? കളിപ്പാട്ടം ചെയ്ത് റീക്രിയേഷൻ ചെയ്യാം. അല്ല, പക്ഷെ അവരെങ്ങനെയൊക്കെ പോസ് ചെയ്തത് നമുക്ക് എങ്ങനെ അറിയാനാ? ആ ഫോട്ടോസ് കണ്ണാ സാറാ എടുത്തത്. നമുക്ക് കണ്ണാ സാറോട് സഹായം ചോദിക്കാം. അതെ, കണ്ണ സാർ നമ്മളെ എങ്ങനെ സഹായിക്കും? ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് സഹായം ചോദിക്കാം. എലി കഴിച്ചു, എലി കഴിച്ചു. പൂച്ച എലിയെ കഴിക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല. നിറയെ കൺട്രീസില് മനുഷ്യന്മാര് എലിയെ കഴിക്കുന്നുണ്ട്. കൈതട്ടു. അതെ, എലി ക്യാമറയുടെ ചിപ്പ് കഴിച്ചു. അതിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസ് ഒക്കെ ഉണ്ട്. എന്ത്? നോ, ഞാൻ ആദ്യമായിട്ടാ മിസ് കാർട്ടിന്റെ കൂടെ ഫോട്ടോസ് എടുത്തേ. ആലോചിച്ച് നോക്കൂ മാഡം എത്ര വിഷമിക്കുന്നു. ആലോചിച്ച് നോക്കൂ മാഡം എത്ര അപ്സെറ്റ് ആകുമെന്ന്. അതെ അതെ, മാഡം എത്ര അപ്സെറ്റ് ആവുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അതെ അതെ, ശരിയാണ്. കണ്ണാ സാറ് ശരിക്കും പെട്ടല്ലോ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അവൻ പറയുന്നത് കേൾക്കണ്ട. അവൻ ഒരു കഴുതയാ. മാഡം അപ്സെറ്റ്, ഒബ്സസ് ഇതൊന്നും ആകരുതെങ്കിൽ നമ്മൾ ആ ഫോട്ടോസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ സഹായം അല്ലാതെ പറ്റില്ല. മരത്തിനടി നിന്നാ കിട്ടും ഷേഡി. നിങ്ങളെ സഹായിക്കാൻ ഞാനിപ്പോ റെഡി. കൈതട്ടു. ബോർഡറിൽ നമ്മളെ മിലിറ്ററി ഫൈറ്റ് ചെയ്യാൻ നിപ്പുണ്ട്. പക്ഷേ മിസ് കാർട്ടർ നിക്കായിരുന്നു ഇരിക്കായിരുന്നു ഞാൻ മറന്നുപോയി. ഓർമ്മിച്ചു നോക്കൂ, അതേ ഫോട്ടോസ് വേണം. അതെ, നിങ്ങളുടെ ബുദ്ധി ഒന്ന് ഉപയോഗിക്കും. നിന്നോണ്ടൊന്ന് എടുക്കാം, ഇരുന്നോണ്ടൊന്ന് എടുക്കാം. ഓക്കേ.
ഹണി ഫോട്ടോ ചെക്ക് ശരിയായിട്ടില്ലേ? എന്തെങ്കിലും ചെയ്യുമ്പോ അതിൽ ഹണിയുടെ ടാലന്റിനെ മാത്രം സംശയിക്കരുത്. ഈ ഫോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്. മിസ് കാർട്ടർ ഇവിടെ വരുമ്പോ തെന്നി വീണു. അവനെ ഞാനാ പിടിച്ചേ. രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. ആദ്യം പോയ പ്രതിമയെ രക്ഷിക്ക്, അത് നനയുന്നുണ്ട്. ചേടാ, ജീവനുള്ള മനുഷ്യനെ വിട്ടിട്ട് ജീവനില്ലാത്ത ബൊമ്മയെ രക്ഷിക്കുകയാണോ നിങ്ങള്? കണ്ണാ സാർ, ഞങ്ങളെ സഹായിക്കാനാ നിങ്ങളുടെ അടുത്ത് വന്നേ, നിങ്ങളെ സഹായിക്കാനല്ല. എനി ഡൗട്ട്? നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കണ്ട. വരൂ, അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇത് തന്നെ, മിസ് കാർട്ടറിന് ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യത്തെ ഫോട്ടോ എടുത്തത്. നല്ല രസമായിരുന്നു. ജീവിതത്തിൽ ഉയരാണ് മനുഷ്യർ ആഗ്രഹിക്കുന്നേ, പക്ഷെ ഉയരത്തിൽ നിന്ന് ഫോട്ടോ എടുത്തിന് ആര് സന്തോഷിക്കും? റേഷന് നല്ല ക്യൂ നിൽക്കും. മലയാളം മൊഴി വന്ന നല്ല വ്യൂ കിട്ടും. കൈതട്ടു. ജോർദാർ, നീ പോലീസ് അല്ല, നിന്റെ കയ്യും മാത്രം നീളം ഇല്ല. കണ്ണാ സാർ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. എന്നെ രക്ഷിക്കൂ. നിൽക്കൂ, ഞാൻ രക്ഷിക്കാൻ വരാം. രക്ഷിച്ചു, ഞാൻ ക്യാമറയെ രക്ഷിച്ചു. ഹണി, നിന്റെ കൈ ഇങ്ങ് താ. എന്റെ കൈ ഞാൻ നിങ്ങൾക്ക് തന്ന പിന്നെ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനും കൂടെ വന്ന് കളിക്കാൻ മനിയാ. ഓ, എന്റെ കാല് നല്ല വേദനിക്കുന്നു. നിങ്ങൾക്ക് പകരം മിസ് കാർട്ടർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നേനെ? ഇവിടെ ജീവൻ പോവാന്നുള്ള പേടിയാ, അപ്പോഴാണ് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുന്നത്. നിക്കൂ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. രണ്ട് കൈ കൊണ്ട് വാല് പിടിച്ചോളൂ. കഴുതെ, രണ്ട് കൈയും കൊണ്ട് വാല് പിടിച്ച ഞങ്ങള് താഴെ വീഴില്ലേ? ഹണി, നിന്റെ വാലല്ലടാ, സോർദാറിന്റെ വാല് പിടിക്കാനാ പറഞ്ഞത്. സോർദാറിന്റെ. മട്ടർ ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. ഇന്ന് പഴയ ഓർമ്മകളും നല്ല രസമുണ്ട്. എല്ലാം കഴിഞ്ഞു. ഒരെണ്ണം കൂടി ഉണ്ട്. വാക്സ് മ്യൂസിയത്തിൽ ഗോൾഡൻ സ്റ്റാച്ചുവിന്റെ കൂടെ ഫോട്ടോ എടുത്തു. ഒരു മ്യൂസിയം പോകാം. റെനോവേഷൻ നടക്കാം. മ്യൂസിയം ഒരു മാസത്തേക്ക് ക്ലോസ്ഡ് ആണ്. ആന പോയി, വാല് മാത്രമേ ഉള്ളൂ. ആന എവിടെയുണ്ട്? ആന എന്തുകൊണ്ട് വാല് മാത്രം ഉപേക്ഷിച്ചു പോയി? അവൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാ ജോലിയും തീർന്നു, ഇനി ഒരു ഫോട്ടോ എടുക്കാനുള്ളൂ. ആ സ്റ്റാച്യു പുറത്തെടുക്ക്. അതിന്റെ കൂടെ ഒരു ക്ലോസപ്പ്. നമുക്ക് പുറത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കാം. അതെ, ബുദ്ധിയുള്ള സാറേ, മ്യൂസിയത്തിൽ നിന്ന് ആര് സ്റ്റാച്യു പുറത്തെടുക്കാൻ സമ്മതിക്കും? അത് ആരുടെ സ്റ്റാച്ചുവാ? നമ്മളെ സൂപ്പർ സ്റ്റാർ ജാക്കി ചാന്റത്. ഇതുപോലത്തെ പോസില്. ഞാൻ സത്യമായിട്ട് പറയാ, ആ ഫോട്ടോയുടെ മേളില് മിസ് കാർട്ടർ കൈയിട്ട് ഫോട്ടോ എടുത്തപ്പോ ഞാൻ ആ സ്റ്റാച്ചു ആയിരിക്കാൻ പാടില്ലായിരുന്നു എന്റെ മനസ്സ് പറഞ്ഞു. ഐഡിയ കിട്ടി. പോസ് നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് സ്റ്റാച്ചു ചെയ്യാം. ഹേയ്, കഴിഞ്ഞു. ഒന്ന് നന്നായി ചെക്ക് ചെയ്തോ. ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണാസാറിന് പെയിന്റ് അടിക്കാൻ പറ്റില്ല. നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷെ ഹണിയുടെ ടാലന്റ് മാത്രം സംശയിക്കരുത്. ഏയ്, എന്നെ കാണാൻ ഒരു ബജ്ജിയെ പോലുണ്ട്. ഈ പെയിന്റ് കഴിവ് എന്റെ സ്കിന്നെ ഇരിക്കുന്നു. കണ്ണാ സാറേ, വീട്ടിലേക്ക് പോയി എടുത്തോ. ആ, ആ.
കാട്ടിന്റെ അകത്ത് ഒരുപാട് പാമ്പുണ്ടാവും. ഇപ്പോഴൊക്കെ സഹായിക്കുന്നവര് ഭയങ്കര പാവമാണ്. ഹലോ, ഞാൻ അപ്പോൾ പിന്നെ സംസാരിക്കാം. മാഡം ഞങ്ങള് മാർക്കറ്റിലേക്ക് പോവാ. മാഡത്തിന്റെ ട്രിപ്പ് ഫോട്ടോ ഞങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് വരാം. ഒന്ന് നോക്കി പറയോ ഏതൊക്കെയാണ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതെന്ന്? എന്താ ഇത്? എന്താ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ പാതി പാതിയായിരിക്കുന്നേ? ക്ഷമിക്കണം മാഡം, ഞങ്ങൾ ഫോട്ടോ തെറ്റായിട്ട് എടുത്തു. എന്ത്? എന്നാൽ നീ അവിടെ ഉണ്ടായിരുന്നേ ഇല്ലല്ലോ. ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നേ? മാഡം നിങ്ങൾ ധൈര്യശാലിയാണ്. ആരെക്കാളും ചെറിയ ആളല്ല. ഓ അതെയോ? അത് മാത്രല്ല മാഡം അല്ല. ഇവര് മാഡം അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവർക്ക് ഫോട്ടോ കാണിക്കുന്നത്? കാരണം ഇവര് സാധാരണ മാഡം അല്ല, നമ്മുടെ സ്നേഹമുള്ള മാഡമാ. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നേ? സത്യം പറയേ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തത്? മാഡം, ഇവര് കാരണം നിങ്ങൾ ട്രിപ്പ് പോയപ്പോ എടുത്ത ഫോട്ടോസ് ഒക്കെ പാഴായി. തെറ്റ് ചെയ്ത അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നതിൽ തെറ്റൊന്നുമല്ല. എനി ഡൗട്ട്? സോറി മാഡം. അത് സാരില്ല പിള്ളേരെ. അത്രേ ഉള്ളൂ. ഇവര് ചീത്ത പറയുന്നില്ലേ? നിങ്ങളുടെ ഫോട്ടോസ് മുഴുവൻ ഇവര് അത് നശിപ്പിച്ചു. തെറ്റ് ചെയ്തവർക്കും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നവർക്കും ഉള്ളതാണ്. നീ എന്തിനാ ഇടയ്ക്ക് വരുന്നേ? എന്തിനാ മക്കളെ നിങ്ങളെ ശിക്ഷിക്കുന്നത്? ഞാൻ മുൻപേ തന്നെ ആ ഫോട്ടോസിന്റെ ബാക്കപ്പ് എല്ലാം എടുത്തു വെച്ചിരുന്നു. ഈ അടിക്കലേ വേണ്ട. ഞാൻ പറയുന്നത് സത്യ. എന്റെ എല്ലാ ഫോട്ടോസും ഉണ്ട്. ഞങ്ങൾ അതിനു വേണ്ടിയാ തല്ലുന്ന മാഡം. കാരണം റീക്രിയേഷന്റെ ഐഡിയ തന്നത് ഇവനാണ്. നിങ്ങളുടെ ഫോട്ടോസിനെ റീക്രിയേറ്റ് ചെയ്യാൻ പോയിട്ട് ഞങ്ങൾ തന്നെ റീക്രിയേറ്റ് ആയി. എനി ഡൗട്ട്?